ഇപ്പോൾ നമ്മൾ വയനാട് വന്നപ്പോൾ ഇവിടെ മേരി മാത്യു എന്ന് പറയുന്ന ഒരു ചേച്ചിയെ കണ്ടുപിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൗതുകമായ രീതിയിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാങ്ങ ഉപ്പിലിടേണ്ടത്, അതെങ്ങനെയാണ് അരിയേണ്ടത് എന്നത് അവരിപ്പോൾ നമുക്ക് വിശദമാക്കി തരാം. നമുക്ക് അതിലേക്കൊന്ന് പോവാം. പറയൂ മാഡം, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു മാങ്ങ എടുത്തിട്ട് ആ മാങ്ങ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അരിയാൻ തുടങ്ങുക. ഒരു മാങ്ങ കുത്തനെ തന്നെ പിടിച്ചിട്ട് കുത്തനെ തന്നെ പിടിക്കണം. ഇത് കൊരട്ട കെട്ടിയിട്ടോ നണ്ടി കെട്ടിയിട്ടോ എങ്ങനെയാണ് ഇതിന്റെ പാകം? പറഞ്ഞുതരാം. ഈ മാങ്ങ 6-7 പീസായിട്ട് അരിയാം. എന്നിട്ട് 7 പീസായിട്ട് അരിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലെ അണ്ടി നമ്മൾ മാറ്റിക്കളയുന്നു. അതിനുശേഷം ഇതിനകത്തേക്ക് വിനാഗിരിയും ഉപ്പും പാകത്തിന് വെള്ളം, തിളപ്പിച്ചറിയ വെള്ളം ഒഴിക്കണം. എന്നാൽ ഈ മാങ്ങ കേടാകാതെ ദിവസങ്ങളോളം ഇരിക്കും. 1 മാസം 2 മാസമൊക്കെ ഇത് കേടാകാതിരിക്കും. അതിനുള്ള സമയം ഇവിടെ ഇല്ല. ഇവിടെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും 20 കിലോ 25 കിലോ മാങ്ങ. അപ്പോൾ വളരെ ഫാസ്റ്റ് ഫുഡ് പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് തീർക്കുകയാണ്. അപ്പൊ ഇതില് കാന്താരി പോലുള്ള എരിവിന് വല്ലതും? എരിവിന് നമ്മള് ചീനിമുളക് അരിഞ്ഞിടും. ചീനിമുളക് അരിഞ്ഞിട്ടിട്ട് ഇതിന് മുകളിലിടും. ഇനി അല്ലാത്തവർക്ക് നമ്മള് അച്ചാറ് പൊടി നൈസായിട്ട് വെള്ളത്തിൽ കലക്കും. കലക്കിയിട്ട് അതിനകത്തേക്ക് വിനാഗിരിയും ഉപ്പും പിന്നെ സ്വല്പം പഞ്ചസാര ലൈനിയും കൂടെ ചേർക്കും. ഇതുകൂടെ ചേർക്കുമ്പോ ഈ മാങ്ങ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ അച്ചാറും ഈ മാങ്ങയുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് വാങ്ങിച്ചിട്ട് അതിന്റെ സ്വാദ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതിന്. ഒരു പീസ് കൊടുക്കട്ടെ. ഒരു പീസിന് എങ്ങനെയാണ് വില എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇതാ ഒരു പീസിന് 10 രൂപയാണ്. മാങ്ങയുടെ വില അനുസരിച്ചാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. മാങ്ങയുടെ വില അനുസരിച്ച് ഇപ്പം മാങ്ങയ്ക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് ഒരു പീസിന് 10 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സാലഡും കൂടെ കൊടുക്കും. അപ്പോൾ വളരെ സന്തോഷം മേരി ചേച്ചി, തങ്ങളെ കാണാൻ വേണ്ടി കഴിഞ്ഞതിലും അങ്ങനെ വിശദമായിട്ട് എങ്ങനെ ഒരു ഉപ്പിലിട്ടത് ആക്കി വെക്കാം എന്ന് പറഞ്ഞതിലും വളരെ സന്തോഷം. ഓക്കെ.